ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 4th ചാപ്റ്റർ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 4 വീഡിയോ ആണിത്. ഇതിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കാണാത്തവർ അത് കാണുക. പാഠഭാഗങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുകയും നോട്ട്സ് എഴുതിയെടുക്കുകയും ചെയ്യുക. ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ഈ പാഠഭാഗത്തിൽ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ മക്കളെ? ടീച്ചർ ഒന്ന് പറയാം. എന്താണ് അരികുവൽക്കരണം? അരികുവൽക്കരണത്തിൻ്റെ കാരണങ്ങൾ, അതുപോലെ അരികുവൽക്കരണം നേരിട്ട വിഭാഗങ്ങൾ, അതിനെതിരെ പ്രവർത്തിച്ച മഹത് വ്യക്തികൾ, സംഭവങ്ങൾ തുടങ്ങിയവയാണ്. എല്ലാവരും ഈ പാഠഭാഗങ്ങൾ ഒന്നുകൂടി കാണുകയും പഠിക്കുകയും ചെയ്യുക. ഈ പേജിൽ കാണുന്ന ചിത്രം ആരുടേതാണ്? ഇത് പഴയകാല പ്രശസ്ത നാടക നടിയായ നിലമ്പൂർ ആയിഷയുടേതാണ്. അവരുടെ ഒരു അനുഭവ കഥയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത്. ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. വടക്കേ മലബാറിൽ പല ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. മുക്കത്ത് നാടകം കളിക്കുമ്പോഴാണ് എനിക്ക് കല്ലേറ് കിട്ടുന്നത്. നാടകത്തിൻ്റെ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഒരു കല്ല് വന്ന് എൻ്റെ മുഖത്ത് പതിച്ചു. ഞാൻ പതറിയില്ല. എൻ്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ഡയലോഗ് പോലും തെറ്റുകയോ മറക്കുകയോ ചെയ്യാതെ നാടകം പൂർത്തിയാക്കി. മഞ്ചേരിയിൽ മേലാക്കത്ത് നാടകം കളിക്കുമ്പോൾ വേദിയിൽ വെച്ച് തന്നെ എന്നെ വധിക്കുവാനുള്ള ശ്രമം നടന്നു. ഒരുപക്ഷെ ഒരു അഭിനേതാവിനും ഇത്തരം അനുഭവം ഉണ്ടാകാനിടയില്ല. നാടകം ഏതാണ്ട് പകുതി എത്തിയപ്പോൾ എൻ്റെ തല ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഡയലോഗ് പറഞ്ഞു തല തിരിച്ചതിനാൽ അത് എൻ്റെ തലയിൽ കയറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികളൊന്നും ഞങ്ങളെ തളർത്തിയില്ല. അങ്ങനെയൊന്നും ആയിഷയെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇവിടെ അരികുവൽക്കരണം നേരിട്ട മറ്റൊരു സാമൂഹിക വിഭാഗമായിരുന്നു സ്ത്രീകൾ. പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതൊക്കെ വിലക്കപ്പെട്ടിരുന്നു. അക്കാലത്താണ് നമ്മുടെ നിലമ്പൂർ ആയിഷ അഭിനയം ആരംഭിക്കുന്നത്. നാടകവേദിയിൽ നിന്നും കല്ലേറും വധശ്രമവും വരെ അവർ നേരിടേണ്ടി വന്നു. എങ്കിലും ഒരുപാട് വേദികളിൽ നാടകങ്ങൾ അഭിനയിച്ച് ഇന്നും പ്രശസ്തമായ ഒരു നടിയായി നിലമ്പൂർ ആയിഷ ജീവിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പല മേഖലകളിലായി സ്ത്രീകൾ അക്കാലത്തൊക്കെ അനുഭവിച്ചിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, തൊഴിൽ മേഖലയിലാകട്ടെ, ഗാർഹിക മേഖലയിലുമെല്ലാം സ്ത്രീകൾ ഒരുപാട് വിവേചനങ്ങൾ നേരിട്ടിരുന്നു. മനസ്സിലായോ? അടുത്തത് പണ്ഡിത രമാബായി 1858 to 1922. 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. 19ാം നൂറ്റാണ്ടിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സ്ത്രീ ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനിയായിരുന്നു ആര്? രമാബായി, പണ്ഡിത രമാബായി. നെക്സ്റ്റ്, ഡോക്ടർ പുന്നൻ
ലൂക്കോസ്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ സ്ത്രീകൾക്ക് MBBS നൽകാത്ത കാലത്ത് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയായിരുന്നു ഡോക്ടർ പുന്നൻ ലൂക്കോസ്. നെക്സ്റ്റ്, EK ജാനകി അമ്മാൾ. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ഇവിടെ പറയുന്നത് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആയിരുന്നു ആര്? EK ജാനകി അമ്മാൾ. ഒരു സസ്യശാസ്ത്രജ്ഞയായ അവർ അത്യുൽപാദന ശേഷിയുള്ള കരിമ്പ് വികസിപ്പിച്ചെടുത്തു. ഓക്കെ. അരികുവൽക്കരണം നേരിട്ട മറ്റ് 2 വിഭാഗങ്ങളായ ട്രാൻസ്ജെൻഡറുകൾ, ന്യൂനപക്ഷങ്ങൾ, ഇവരെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. ജനന സമയത്ത് ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്തവരാണ് ട്രാൻസ്ജെൻഡറുകൾ. ഇവരെക്കുറിച്ച് തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ അടുത്തിടെ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവരെയൊക്കെ? ഇനി ന്യൂനപക്ഷങ്ങൾ എന്നാൽ മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ളവരാണ്. ഉദാഹരണമായിട്ട് മുസ്ലിങ്ങൾ, സിഖുകാർ, ക്രിസ്ത്യാനികൾ, ഇവരൊക്കെ എന്താണ്? ന്യൂനപക്ഷങ്ങളാണ്. ഓക്കെ. അടുത്തതായി നമ്മൾ നോക്കുന്നത് അരികുവൽക്കരണം നേരിട്ട ഭിന്നശേഷിക്കാരെ കുറിച്ചാണ്. വായിക്കാം. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമം. പാരാലിമ്പിക്സ്. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് 1948 ആരംഭിച്ചത്. ഇതിൽ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം വന്നത് എന്നാണ് 2016. അതുപോലെ ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരം, അതിൻ്റെ പേര് പാരാലിമ്പിക്സ്. അതുപോലെ അത് ആരംഭിച്ചത് എന്നാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. 1948. ഈ പേജിൽ അരികുവൽക്കരണം നേരിടുന്നവർക്ക് ഭരണഘടന നൽകുന്ന നിയമവ്യവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. വിവേചനം തടയാൻ ഭരണഘടന. ഡോക്ടർ BR അംബേദ്കർ 1891 to 1956. ഇന്ത്യൻ ഭരണഘടനാ ശില്പി. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഡോക്ടർ BR അംബേദ്കറെ കുറിച്ച്. ഡോക്ടർ BR അംബേദ്കർ എന്താ ഫുൾ നെയിം? ഭീമറാവു റാംജി അംബേദ്കർ. അദ്ദേഹം അറിയപ്പെടുന്നത് ഭരണഘടനാ ശില്പി എന്നാണ്. പഠിച്ചു വയ്ക്കുക, എക്സാമിന് ചോദിക്കാം.
ദളിതരുടെ ഉന്നമനത്തിനായി ശക്തമായി ഇദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ ദളിതരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. താഴെ ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അനുച്ഛേദം 15. ഇതെന്താണെന്ന് വെച്ചാൽ ജാതി വിവേചനങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളും അനുച്ഛേദങ്ങളുമാണ് പറയുന്നത്. 2 അനുച്ഛേദങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അനുച്ഛേദത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ആർട്ടിക്കിൾ എന്നാണ്. അപ്പോൾ രണ്ടും പഠിക്കുക. എക്സാമിന് ചിലപ്പോൾ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു വരും, ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 14 പറയുന്നത് എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. അതുപോലെ ആർട്ടിക്കിൾ 15 മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്നാണ്. ഇനി ഒന്നുകൂടി നമുക്ക് പഠിക്കാം. ആർട്ടിക്കിൾ 17 ജാതിയുടെ പേരിലുള്ള തൊട്ടുകൂടായ്മ നിരോധിക്കുന്നു. ഇതും ഈ 3 ആർട്ടിക്കിളും നന്നായിട്ട് പഠിക്കുക. ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത്? അതായത് നമ്മുടെ സമൂഹത്തിലെ വിവേചനങ്ങളെ പൂർണ്ണമായും നമ്മുടെ ഭരണഘടന നിരോധിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കാം കാരണങ്ങൾ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഞാൻ വായിക്കാം. വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. സെക്കൻഡ് 1 സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു. തേർഡ് 1 സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതി ചേർക്കാം? എന്തായിരുന്നു നമ്മുടെ ചോദ്യം? നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത് എന്തുകൊണ്ട് എന്നാണ്. ഫസ്റ്റ് 1 നമ്മൾ പറഞ്ഞു വിവേചനങ്ങൾ സാമൂഹ്യ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നു. എന്ത്? വിവേചനങ്ങൾ. 2 സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു. 3 സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു. അതുപോലെ നമുക്ക് എന്തൊക്കെ കൂട്ടിച്ചേർക്കാം ഇനി ഇവിടെ? തുല്യനീതി നിഷേധിക്കുന്നു, അതുപോലെ ലിംഗവിവേചനം സൃഷ്ടിക്കുന്നു എന്നൊക്കെ എഴുതി ചേർക്കാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള ഭാഗം വായിക്കാം. എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ സാമൂഹിക ഘടകങ്ങൾ കണ്ടെത്തി പട്ടിക വിപുലീകരിച്ചു നോക്കാം. തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ നയങ്ങൾ, വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ, എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കൽ, തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ, ഇവയെല്ലാം സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ നയങ്ങളാണ്. ഇങ്ങനെയുള്ള നയങ്ങൾ കൂടുതൽ കൊണ്ടുവരേണ്ടതുണ്ട്. ജനാധിപത്യ ക്രമത്തിൽ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ മാത്രമേ അരികുവൽക്കരണം ചെറുക്കപ്പെടുകയും തുല്യനീതി പ്രാപ്യമാവുകയും ചെയ്യുകയുള്ളൂ. ഇതാണ് ഈ പാഠഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഇത്രയുമാണ് 4th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിലെ എല്ലാ നോട്ട്സും എഴുതിയെടുത്ത് നന്നായി വായിച്ചു പഠിക്കണേ മക്കളെ. 5th ചാപ്റ്ററിൻ്റെ വീഡിയോ ടീച്ചർ ഉടനെ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.